എനിക്ക് തൊണ്ടയില്ല ഇനി. എന്താ പറഞ്ഞിട്ട് ചോദിക്കും. മൂവി അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. മീൻസ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് അവർ ആ ഒരു ക്ലൈമാക്സ് വരെ ആ ഒരു സസ്പെൻസ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുവെച്ചാൽ അതുപോലെ അവർ നിർത്തിയത്. എന്തായിരിക്കും അടുത്തതെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയുണ്ട്. മീൻസ് മമ്മൂട്ടിയുടെ എൻട്രി ആയാലും ശരി തന്നെ, അതുപോലെ ഓരോ ചെറിയ ചെറിയ റോൾ ചെയ്ത ആൾക്കാരായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരകത്ത് വെച്ചിട്ടുണ്ട്. മീൻസ് സൈഡ് റോളായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ ക്യാരക്ടർ ചെയ്ത ആൾക്കാർക്ക് വരെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും വളരെ നല്ലോണം പെർഫോം ചെയ്ത് വളരെ നല്ലതായിരുന്നു. പിന്നെ ആ പഴയ സോങ് അവർ റീക്രിയേറ്റ് ചെയ്തതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല രസമുണ്ട്. കുറേ നാളിന് ശേഷം ആ സോങ് വീണ്ടും ഒന്നുകൂടി കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഒത്തിരി പഴയ സോങ് അല്ലേ, ഭയങ്കര അടിപൊളിയായിരുന്നു, സൂപ്പർ. തീർച്ചയായിട്ടും സൂപ്പറായിരുന്നു. പുള്ളിയുടെ ഗെറ്റപ്പ് അതെല്ലാം അടിപൊളി. പുള്ളിയുടെ ഹെയർ സ്റ്റൈലായാലും ഡ്രസ്സിങ് സ്റ്റൈലായാലും ഒക്കെ അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. കറക്റ്റ് ടൈമിലാണ് പുള്ളി എൻട്രി ചെയ്തത്, കറക്റ്റ് ടൈമിലാണ് പുള്ളിയുടെ എക്സിറ്റ്, എല്ലാം സൂപ്പറായിരുന്നു. മമ്മൂട്ടീനെ കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീൽ ഇല്ല, അവരുടെ ദേഷ്യം അങ്ങനൊന്നുമില്ല നമുക്ക്. പക്ഷെ എന്നാലും നമുക്ക് എന്തോ ഒരു രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശം തോന്നി. ഒരു അടിപൊളി കോമ്പിനേഷൻ തോന്നി രണ്ടുപേരും കണ്ടപ്പോൾ. എന്താ സൂപ്പർ 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 അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ തന്നെ പോയി കാണണം, എല്ലാവരും കാണണം. എന്താ എന്താ കേട്ടില്ല. ഞാൻ ചെറുതായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ ജയറാമേട്ടൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ജയറാമേട്ടൻ പറയുന്നുണ്ട് നമുക്ക് വരുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ഓസം എൻട്രിയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു എപ്പോഴായിരിക്കും സ്റ്റാർട്ടിങ് വെച്ചാൽ എപ്പോഴായിരിക്കും വരുന്നതെന്ന്. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം ആയപ്പോഴാണ് പുള്ളിയുടെ എൻട്രി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഓ മൈ ഗോഡ് സൂപ്പർ എൻട്രി ആയിരുന്നു. ടൈമിങ് കറക്റ്റ് ടൈമിംഗാണ് പുള്ളിയുടെ എൻട്രി. ഭയങ്കര ഓസം എൻട്രി ആയിരുന്നു. നമ്മളില്ലേ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ സാധാരണ പറഞ്ഞില്ലേ ഫാൻസുകാർ കൈയടിക്കാം. നമ്മളൊക്കെ ആര് കണ്ടാലും മമ്മൂക്കിയുടെ എൻട്രി ആണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈയടിച്ചു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എൻട്രി ചെയ്യിക്കുന്നത്. മമ്മൂക്കിൻ്റെയും ജയറാമിൻ്റെ ആ ഫസ്റ്റ് കാണുന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഒരു എൻട്രി ടൈമുണ്ട്. സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു. നല്ല അഭിപ്രായമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അകത്തിരുന്ന് എല്ലാവരും പറഞ്ഞുണ്ട് നല്ല മൂവിയാണ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞുണ്ട് വളരെ നല്ല മൂവിയാണ്, അടുത്ത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. നല്ലോണം സസ്പെൻസ് അവർ കീപ്പ് ചെയ്ത്. ആഗ്രഹമുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് അവർ അങ്ങനെ കൊണ്ട് നിർത്തിക്കുന്നത് നമ്മളൊരു വായിച്ചു തീരാത്തൊരു പുസ്തകം കണക്ക്. മീൻസ് പകുതി വെച്ച് പുസ്തകം തീർന്നു പോയി, ഇനി പുതിയ അടുത്ത എഡിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ നല്ല ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കാണും. ഒരു ഗംഭീര പടമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ ചേട്ടൻ്റെ സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായുള്ള മേക്കിങ്ങിലുള്ളൊരു പടമാണ്. സിനിമ വേറൊരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. സൂപ്പർ BGM ആണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിനയം നന്നായിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ ഒരു കമ്പാക്കിൽ തന്നെ തിരിച്ചു പറയാൻ പറ്റും. പുള്ളി അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക നിഗൂഢതകൾ നിറഞ്ഞൊരു സബ്ജക്റ്റാണ്. അത് വളരെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. രണ്ട് കാലഘട്ടം ഗംഭീരമായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുത്ത പാട്ടും അതിൻ്റെ കാസ്റ്റിംഗും ഒക്കെ വളരെ നന്നായി എന്ന് തോന്നുന്നു. പിന്നെ ശരിക്കും നമുക്ക് വേറൊരു ഫീലിലേക്ക് കൊണ്ടുപോകാൻ ശരിക്കും സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള BGM ഉണ്ട്. മമ്മൂക്ക ഗംഭീരമല്ലേ. നമ്മൾ ജയറാമേട്ടൻ്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മമ്മൂക്ക വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു രോമാഞ്ചം അത് മലയാളികൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് നന്നായിട്ട് നമുക്ക് ഈ ഓസ്ലറിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ പില്ലർ എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ആയിരിക്കും. അത് നന്നായിട്ടുണ്ട്. അത് നന്നായതുകൊണ്ടാണ് നമുക്ക് ക്യാരക്ടറുകളെല്ലാം ഇഷ്ടപ്പെടുന്നത്. സെക്കൻഡ് ഒരു പടം ഇതിൻ്റെ ബാക്കി വരാൻ ചാൻസിലാണ് ഈ പടം നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മിക്കവാറും അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പടം എല്ലാവരും തിയേറ്ററിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പടം എന്തായാലും ഹിറ്റടിക്കും, കാര്യത്തിൽ ഒരു സംശയമില്ല. വാലിബൻ വരുന്നുണ്ട് എങ്കിൽ തന്നെ ഈ സിനിമ ഇപ്പം നേരെ ഓടുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന 3 താരങ്ങളുടെ പടം ഒരുമിച്ച് ഓടട്ടെ. പടം നല്ലൊരു പടമാണ്. ത്രില്ലർ മൂവിയാണ്. ഒരിക്കലും ഒരു 5ാം പാതി പ്രതീക്ഷ വരരുത്. 5ാം പാതി പോലത്തെ മൂവിയല്ല അതൊരു സൈക്കോ ത്രില്ലർ ആണെങ്കിൽ ഇതൊരു മെഡിക്കൽ ത്രില്ലറാണ്. ഒരു സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസിലാണ് പടം ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ സസ്പെൻസ് റിവീൽ ആവണതിന് മുമ്പ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും.
ജയറാമിന് നമ്മൾ കാണാത്തൊരു കഥാപാത്രമാണ്. പുള്ളിയുടെ കൂടുതൽ കുടുംബവേഷങ്ങളാണ് കണ്ടേക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു പോലീസ് ഓഫീസറായിട്ട് വരുമ്പോഴേക്കും അതും മിഥുൻ പോലത്തെ ഡയറക്ടറിനെ കീഴിൽ വരുമ്പോൾ എന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നോ അത് നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. മിഥുൻ മേനോന്റെ ഡയറക്ഷൻ അടിപൊളിയാണ്, BGM അടിപൊളിയാണ്. എല്ലാവരും അഞ്ചാം പാതിരയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു അഞ്ചാം പാതിരയെ പ്രതീക്ഷിക്കാതെ മറ്റൊരു ത്രില്ലർ ജോണറിൽ ഇപ്പോൾ ഗരുഡം വന്നായിരുന്നു, മറ്റേ കോർട്ട് റൂമിൽ, പിന്നെ ഫിനിക്സ് വന്നായിരുന്നു ഹൊററിൽ. അതേപോലെ തന്നെ മറ്റൊരു ജോണറിലുള്ള ത്രില്ലറാണിത്. തിയേറ്ററിൽ വന്ന് കാണാം. സസ്പെൻസ് അറിയുന്നതിന് മുമ്പ് തിയേറ്ററിൽ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്കയുടെ ഒരു റോൾ എനിക്കറിയായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അതിനെ 100% സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ കയ്യടി തന്നെ അതിനുള്ള ഉദാഹരണമാണ്. ബാക്കി ജയറാമുണ്ട്, സെന്തിലുണ്ട്, അനശ്വരയുടെ പാസ്റ്റിൽ കാണിക്കുന്നുണ്ട്, ദിലീഷ് പോത്തനുണ്ട്, അങ്ങനെ ജഗദീഷ് ഉണ്ട് എടുത്തു പറയേണ്ടത്. അവരൊക്കെ നല്ലൊരു താരനിരയുണ്ട്. എല്ലാവർക്കും റോളുകളുണ്ട് നല്ല രീതിയിൽ. ഇല്ല, മൂവി നല്ല എന്റർടൈനിങ് ആയിരുന്നു. ജയറാമേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് എക്സ്പെക്ട് ചെയ്തതിലും ഭയങ്കര അടിപൊളിയായിട്ടാണ് എല്ലാവരുടെയും പെർഫോമൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ മമ്മൂക്ക ആയിക്കോട്ടെ, മമ്മൂക്കാൻ്റെ എൻട്രി ഭയങ്കര ഒരു ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ആയിരുന്നു നമുക്ക്. അതിലെ കുറച്ച് ഷോട്ടുകളൊക്കെ തന്നെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഓവറോൾ മൂവി നല്ല എൻ്റർടൈനിങ് ആണ്. അതുപോലെ തന്നെ നല്ല ത്രില്ലാണ്. അനശ്വരയുടെ ലൈക്ക് പെർഫോമൻസ് ഇപ്പം നേര് കഴിഞ്ഞിട്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അനശ്വരയുടെ ഇതിലെ ഒരു പെർഫോമൻസ്. ഇമോഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് ആൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മമ്മൂക്കാൻ്റെ ചെറുപ്പം ചെയ്ത പയ്യൻ, എനിക്ക് തോന്നുന്നു ആൾ ഇനി ഇൻഡസ്ട്രി അടക്കി വാഴാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഗംഭീരമായിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ട് ഉള്ള പടമാണ്. തുടക്കം മുതൽ അവസാനം വരെ വളരെ ആകാംക്ഷയോടെ ഇരുന്ന പടം കാണാൻ പറ്റി. എന്താ പറയുക, മമ്മൂക്കായുടെ ജയറാമേട്ടൻ്റെ നല്ലൊരു അഭിനയമായിരുന്നു. ജയറാമേട്ടൻ്റെ ഒരു നല്ല തിരിച്ചുവരവ്, അതാണ് ഈ പടത്തിലത്. പിന്നെ കൂടുതലും എനിക്കതിനകത്ത് എടുത്തു പറയാനുള്ളത് നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് വളർന്നു വരുന്ന തലമുറയ്ക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ പടത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഗംഭീരമായിരുന്നു പടം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ പടം കാണണം. വളരെ ഗംഭീര മൂവി. ജയറാമേട്ടന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത്. കാരണം നമ്മൾ കാണുന്നത് ജയറാമേട്ടൻ കോമഡി ചെയ്തിട്ടുള്ളൊരു ജയറാമേട്ടനെ കാണുന്നത്, പക്ഷെ ഇത് വളരെ ഗംഭീരമായിട്ട് ജയറാമേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് അറിവുകളും കിട്ടാനുണ്ട്. പുതിയ തലമുറയ്ക്ക് ഒരുപാട് അറിവുകൾ കിട്ടാനുണ്ട് ഈ പടത്തിൽ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് നമുക്ക് സമൂഹത്തിനും കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിയാൻ പറ്റും. എല്ലാവരും അനശ്വര ഇപ്പം ഗുരുവായൂർ അമ്പലനടയിൽ ഞാനും അതിനകത്തുള്ള ആ മൂവിയിലുണ്ട്. എന്തായാലും അനശ്വരയ്ക്ക് നല്ല ഒരു ഭാവിയുള്ള കുട്ടിയാണ്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തവർ പോലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പടം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണണം, ഒരു രക്ഷയില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ? വെരി സ്പെഷ്യൽ ഡേ, ഓസ്ലർ ഡേ. അതൊരു സ്ട്രോങ് ആണ്. സോ എല്ലാം കൊണ്ടും ഇതൊരു വലിയൊരു പലരുടെയും കംബാക്ക്, കാസ്റ്റിംഗ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ക്യാരക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പിടിച്ച് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ജയറാമേട്ടൻ പൊളിയല്ലേ, പൊളി. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. പുള്ളി എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരുന്നതാണ്, ബട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് വേഷങ്ങൾ ചെയ്ത് ഇതുവരെ കാണാത്തൊരു ജയറാം, എക്സാക്ട്ലി. അപ്പോൾ ഇതുവരെ കാണാത്തൊരു ജയറാമിനെ നിങ്ങൾ കാണാൻ പറ്റും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഒരു സാധനം. അതിൻ്റെ BGMs, ഫൈറ്റ് സീൻസ്, അങ്ങനെ ഭീകരമായിട്ടൊരു ഫൈറ്റ് പടം അല്ലെങ്കിലും ഇതിലെ ഫൈറ്റ് സീൻസും അതിൽ കൊടുത്തിരിക്കുന്ന BGMs ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇൻപുട്ട് ചെയ്തൊരു സാധനമാണ്. ഓരോ സീൻസും ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് എവറിത്തിങ് ഇസ് കണക്റ്റഡ് ഫ്രം ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് എൻഡ്. എല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്. സോ എല്ലാവരും കണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, സിനിമയൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. മസ്റ്റ് ഡെഫിനറ്റ്ലി ഈ വീക്കെൻഡ്, ഈ വർഷത്തെ ആദ്യത്തെ മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം, OTT-യിലൊന്നും വെയിറ്റ് ചെയ്യില്ല. ഇത് കുറേ ഓടുമെന്നാണ് എൻ്റെ ഒരു നല്ലൊരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരും പടം കണ്ടോ? കാണണം, നിങ്ങളും പോയി കാണും. ഇതങ്ങനെ ഒരു മാസ്
എന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി പുള്ളി എടുത്തിരിക്കുന്ന ഒരു സാധനം ഇതുവരെ കാണാത്ത ഒരു ഐറ്റം തന്നെയാണ്. അപ്പം അത് ആൾക്കാർക്ക് എന്തായാലും പിടിക്കും. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സാധനം പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ഇറ്റ്സ് വർക്കിംഗ് അതുപോലത്തെ കാസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. അയ്യോ, അനശ്വര നേരിൽ തകർത്തു, അതിലും തകർത്തു. ഇനി ഒരുപാട് തകർക്കാൻ കിടക്കുന്നു അനശ്വരയ്ക്ക്. സോ ഐ ലോങ് വേ ടു ഗോ ഫോർ ഹർ. സോ യാ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി പെർഫോമൻസ് എല്ലാവരുടെയും കണ്ടിട്ട്? ഓക്കെ, അപ്പം കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, എനിവേ ഗോയിങ് ടു ബി എ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ഓഫ് 2024 പ്രിറ്റി ഷുവർ. ഓക്കെ, താങ്ക് യു. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ജയറാം മമ്മൂക്ക കോമ്പിനേഷൻ അടിപൊളി. മിഥുന്റെ ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും മിഥുൻ മാനുവലിന്റെ ജയറാമേട്ടന്റെ തിരിച്ചു വന്നു കഴിഞ്ഞു. ഹോസ്പിറ്റലിലൂടെ ജയറാമേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞു. ഒന്നും പറയാനില്ല, എക്സലന്റ്. നല്ല പടമാണ്. തിരിച്ചുവരവുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു തരത്തിലും നമുക്ക് പുള്ളിയുടെ പെർഫോമൻസ് ബാധിക്കുന്നില്ല. നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന അപാര മിഥുൻ മാനുവൽസിന്റെ മേക്കിങ്ങും സ്റ്റൈലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല പടം തന്നെ.